ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും അഹ്കാമു തജ്വീദ് വാർഷിക എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. നമുക്ക് ചോദ്യം വായിച്ച് ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം എപ്പോഴാണ്? ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ നീട്ടി ഓതണം. മുമ്പോ ശേഷമോ സുക്കൂനാണെങ്കിൽ ആ ഹാ ഉൽ ലമീറിനെ നീട്ടാൻ പാടില്ല. അപ്പോൾ ഇവിടെ ലഹുൽ മുൽക്ക് എന്നുള്ളതിൽ ശേഷം സുക്കൂന് വന്നിട്ടുണ്ട്, അതിനെ നീട്ടാൻ പാടില്ല. യു അദ്ദിഹി ഇലേഹി, ഇവിടെ ഹാഇൻ്റെ മുമ്പ് കസറ ശേഷവും കസറ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യാ സൊയ്റയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നീട്ടി ഓതേണ്ടതിന് ഉദാഹരണം, നീട്ടി ഓതിയതിന് ഉദാഹരണം. വൈലേഹി എന്നുള്ളതിന് മുമ്പ് സുക്കൂന് വന്നു. അപ്പോൾ യാ സൊയ്റ വാവു സൊയ്റ എന്ന രണ്ട് ചിഹ്നങ്ങളുണ്ട് ഹാ ഉൽ ലമീറിന് നീട്ടാൻ. അപ്പോൾ അത് തരാതെ തന്നെ നമുക്ക് ചോദ്യം വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ. ഇവിടെ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം, മുൻഫസിലോട് കൂടി നീട്ടി ഓതണം. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തതാ കമരിയായ അക്ഷരങ്ങളിൽ പെട്ടത്. കമരിയായ അക്ഷരങ്ങൾ ഹ ഐന്, ഇതാണ് കമരിയായ അക്ഷരങ്ങൾ. സീന് സ്വാദ് ദാല് സായി എന്നൊക്കെ ഷംസിയ അക്ഷരങ്ങളാണ്. ഷംസിയ അക്ഷരങ്ങൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിൽ പെടാത്ത അക്ഷരമാണ് കമരിയ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഷംസിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഓർഡറിലൊന്ന് പറഞ്ഞാലോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഷംസിയ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്ന, അതായത് ഏകദേശം സാമ്യം വരുന്ന അക്ഷരങ്ങളാണ് ഷംസിയ അക്ഷരങ്ങൾ. താ സാ, ദാല് ദാല്, റാ സായി, സീന് ഷീന്, സ്വാദ് ലോദ്, തോ ലോ, ലാമ് നൂന്. അപ്പോൾ നമുക്ക് ഷംസിയ അക്ഷരങ്ങൾ മനഃപ്പാഠമായാൽ അതിൽ പെടാത്തതാണ് കമരിയ അക്ഷരം എന്ന് മനസ്സിലാക്കാം. നമുക്കിതുപോലെ ഷംസിയ അക്ഷരങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരാം, മനസ്സിലായില്ല? അല്ലെങ്കിൽ എഴുതാൻ വരും. ഷംസിയ അക്ഷരങ്ങളിൽ നിന്ന് 5 എഴുതുക, കമരിയ അക്ഷരങ്ങളിൽ നിന്ന് 5 എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ഒരു വേർഡ്സ് തരും, അതിൽ ഷംസിയ അക്ഷരം ഏത് കമരിയ അക്ഷരം ഏത് എന്നൊക്കെ ചോദ്യവും വരാം. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തെന്താണ്? ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത്. ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് ഉമ്മുൽ ഖുർആൻ. അടുത്തെന്താണ്? സൈത്തൂൻ എന്നതിലുള്ള കമരിയായ ഹർഫുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സൈത്തൂൻ എന്നതിൽ കമരിയ അക്ഷരം ഏതൊക്കെയാണ് വന്നത് നമുക്ക് എങ്ങനെ നോക്കാം? സായി നമ്മൾ നേരത്തെ പറഞ്ഞ ഷംസിയാണ്. യാ കമരിയ, താ ഷംസിയ, വാവ് കമരിയ, നൂന് ഷംസിയ. അപ്പോൾ ഇവിടെ യാവും വാവുമാണ് കമരിയ അക്ഷരങ്ങൾ വന്നത്. അപ്പോൾ 2 അക്ഷരങ്ങൾ എന്നതിലുള്ള കമരിയ അക്ഷരങ്ങൾ രണ്ടെണ്ണാണ് വന്നത്. യാവും വാവുമാണ് കമരിയ അക്ഷരം വന്നത്. അടുത്തെന്താണ്? റുഹാഅൻ. റുഹാഅൻ എന്നതിൽ നീട്ടാൻ ഉപയോഗിച്ച അലിഫ്. അലിഫ് ഏതാണ്? ഈ അലിഫിനെ എന്ത് ചെയ്യണം? തഫീം ചെയ്യണം. ഹുസ്സലാത്തിങ്കിളി എന്ന തഫീമിൻ്റെ അക്ഷരത്തെ നീട്ടാൻ വന്നാൽ തഫീം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹുസ്സലാത്തിന് ഹ വന്നിട്ടുണ്ട്. അപ്പോൾ തഫീം ചെയ്യണം എന്നത് നമുക്ക് അടയാളപ്പെടുത്താം. ഇനി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതി. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതിയത് ഇതാ. ഫസർ നബിഹീനക്ക് യാവ് സൈറുണ്ട്, മുമ്പും ശേഷവും ഹർക്കത്തുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനി ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതി. ആ ഉൽ ലമീറിനെ നീട്ടാതെ ഓതിയത് ഉൻസില ഫീഹിൽ ഖുർആൻ. ഫീഹിൽ മുമ്പും ശേഷവും സുക്കൂനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുമ്പോ ശേഷം എവിടെയെങ്കിലും ഒന്ന് വന്നാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, നീട്ടാതെ ഓതി. അടുത്തതാ അലിഫിനെ തഫ്ഹീം ചെയ്ത് ഓതി. അലിഫിനെ തഫ്ഹീം ചെയ്ത് ഹുസ്സലാത്തിൻ കിള് എന്നതിൽ വസ്സോഫാത്തി സോ എന്നതിൽ അലിഫിനെ നീട്ടി ഓതി. ഓക്കെ, എഴുതാം. അടുത്തത് അലിഫിനെ തർക്കീക്ക് ചെയ്ത് ഓതി. അലിഫിനെ തർക്കീക്ക് ജസാഅൻ. ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് ഇത്. ഇസ്തീലായിൻ്റെ അക്ഷരം, തഫീമിൻ്റെ അക്ഷരം. ഇത് ഇസ്തിഫാലിൻ്റെ അക്ഷരം, തർക്കീക്കിൻ്റെ അക്ഷരം. അപ്പോൾ തർക്കീക്ക് ചെയ്തു, അലിഫിനെ തർക്കീക്ക് ചെയ്തു. ഓപ്ഷൻ ബി. അടുത്തത് വാവിനെ തഫീം ചെയ്ത് ഓതി. വാവിനെ തഫീം ചെയ്ത് ഓതി. കൂ ഖാഫ്
തഫീമിൻ്റെ ഇസ്തീലായിൻ്റെ ഹർഫ്. അപ്പോൾ അവിടെ വാവ് നീട്ടാൻ വന്നു. അപ്പോൾ അവിടെ വാവിനെ തഫീം ചെയ്ത് ഓതി. കൂ അംഫുസക്കും അതിൻ്റെ സി എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉദാഹരണങ്ങൾ മാറി വരാം, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? പൂരിപ്പിക്കാനാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും മഹത്തരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും മഹത്തരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കുക. ഇനി ആ തഅറുജു എന്നതിലെ ഐനും ദേശും കമരിയായ ഹർഫാണ്. തഅറുജു എന്നതിലെ ഐന്. പിന്നെ ഏതാണ്? ജീമാണ് കമരിയ അക്ഷരം. അപ്പോൾ അവിടെ ജീം എടുത്ത് താഉം റാഉം. നമ്മൾ ത സ റ സായി അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ രണ്ടും ഷംസിയ അക്ഷരങ്ങളാണ്. ഇതുപോലെ ഷംസിയ അക്ഷരം ചോദിച്ചാൽ നമുക്കിവിടെ താഉ റാഉ എന്ന് എഴുതാം, മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ അടുത്തതാ അഷ്റാ ബി അബ്ദിഹി ലൈലൻ. അഷ്റാ ബി അബ്ദിഹി ലൈലൻ എന്നതിലെ ഹാഇനെ എന്താക്കണം? മുമ്പും ശേഷം ഹർക്കത്തുണ്ട്, യാ ഉസൈറുണ്ട്, നീട്ടി ഓതണം. ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ദിവസവും ഡേഷ് തവണ പാരായണം ചെയ്യുന്ന സൂറത്താണ് ഫാത്തിഹ. എത്രയാണ്? 17 തവണ. എല്ലാ ഫർള് നിസ്കാരങ്ങളിലും നമ്മൾ ഫാത്തിഹ ഓതുന്നു. അപ്പോൾ എല്ലാ റക്കായത്തുകളും 17 റക്കായത്തുകളുണ്ട്, എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾ. അപ്പോൾ 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. യക്കൂനു എന്നതിലെ വാവിനെ എന്ത് ചെയ്ത് ഓതണം എന്നാണ്? യക്കൂനു ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് കാഫ്. അതിലെ വാവിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. അൽ മാഹിറു ഫിൽ ഖുർആനി ഡേഷ് കിറാമിൽ ബററ. എന്തായിരുന്നു? അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ. മാ സഫറത്തിൽ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം, മനസ്സിലാക്കട്ടാ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? മുസഫിൽ ഹാ ഉൽ ലമീറിനെ നീട്ടാൻ കൊടുക്കുന്ന യാ ഉ സൊയ്റയുടെ രൂപമേത്? നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന യാ ഉ സൊയ്റ രൂപം അല്ലേ? ഇത് അവിടെ ഇട്ട് കൊടുക്കണം, മനസ്സിലായില്ലേ? ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അടുത്തത് എന്താണ്? ബ ത സ. ഇതിൽ കമരിയായ അക്ഷരമേത്? കമരിയ അക്ഷരം ബ മാത്രമേ ഉള്ളൂ. താവും സാവും ഷംസിയ അക്ഷരമാണ് കേട്ടോ. ഇനി കാല ജാ അ, ഇതിലെ അലിഫിനെ തഫീം ചെയ്ത ഉദാഹരണം. തഫീം ചെയ്യണമെങ്കിൽ ഇസ്തീലായിൻ്റെ അക്ഷരമായിരിക്കണം. അപ്പോൾ കാല എന്നതിലെ കാഫാണ്. ജാ അ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, ജീം. അപ്പോൾ അതിലെ അലിഫിനെ തർക്കീക്ക്, കാലയിലെ അലിഫിനെ തഫീം, മനസ്സിലാക്കിയാൽ മതി. ഹുസ്സലാത്തിൻ കിൾ എന്ന 7 അക്ഷരം, ഹുസ്സലാത്തിൻ കിൾ 7 അക്ഷരങ്ങൾ വന്ന അലിഫിനെയും വാവിനെയും തഫീം ചെയ്യണം. ബാക്കിയുള്ള അറബി അക്ഷരങ്ങൾ അതാണ് ഇസ്തിഫാലിൻ്റെ അക്ഷരം, അതിനെ തർക്കീക്കും ചെയ്യണം. അപ്പോൾ ഏതക്ഷരം? ഈ കാഫല്ലാത്ത മറ്റേ കാഫ് വന്നാൽ കാന, അത് തർക്കീക്കാണ്. മാല, മാലുഹു ഒക്കെ വരുമ്പോൾ തർക്കീക്കാണ്, മനസ്സിലാക്കിയാൽ മതി. അടുത്തത് കൽബുൽ ഖുർആൻ എന്ന സ്ഥാനപ്പേരുള്ള സൂറത്ത് യാസീനാണ്. കൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയം, സൂറത്ത് യാസീൻ. അടുത്തത് ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനോടാണ് ഉപമിച്ചത്? ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരക്കയോടാണ് ഉപമിച്ചത്. കാരക്കയോട്. അതിന് നല്ല മധുരമുണ്ടെങ്കിലും സുഗന്ധമുണ്ടാവുകയില്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയെ മധുര നാരങ്ങയോടാണ് ഉപമിച്ചതിന് നല്ല വാസനയും നല്ല മധുരവും ഉണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തെന്താണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണം. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൻ നാസ് കൊണ്ട് അവസാനിക്കുന്ന 114 സൂറത്തുകളുണ്ട്. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച 2 സന്ദർഭങ്ങൾ എഴുതാൻ. ഒന്ന്, മരണാസന്നനായ ആളുടെ അടുത്ത് വെച്ച്, മരണപ്പെട്ട ആൾക്ക് വേണ്ടിയും മരണാസന്നനായ ആളുടെ അടുത്ത് വെച്ചും സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തത് സൂറത്തുൽ മുൽക്കിന് പറയുന്ന മറ്റു 2 പേരുകൾ. സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ഷഫാത്ത് ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്.
അതിന് മുഞ്ചിയ, മാനിയ എന്നെല്ലാം അതിന് പേരുണ്ട്. അപ്പോൾ 2 പേരുകൾ മുഞ്ചിയ, മാനിയ എന്ന 2 പേരുകൾ നമുക്ക് അവിടെ എഴുതാം. അടുത്തതാ കമരിയായ ഹർഫുകളുടെ പ്രത്യേകത എന്താണ് കമരിയായ ഹർഫുകളുടെ പ്രത്യേകത? കമരിയ അക്ഷരങ്ങൾക്ക് മുമ്പുള്ള ലാമിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതാണ് കമരിയായ ഹർഫുകളുടെ പ്രത്യേകത. കമരിയായ ഹർഫുകൾക്ക് മുമ്പുള്ള ലാമിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. കമരിയായ ഹർഫുകൾ 15, ശംസിയായ ഹർഫുകൾ 15. ഇതുപോലെ ശംസിയായ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശംസിയ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്ന അലിഫ് ലാമിനെ ശംസിയ അക്ഷരത്തിൽ ചേർത്ത് ഇദ്ഗാം ചെയ്ത് ഓതലാണ്. ശംസിയ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. അതാണ് ശംസിയ അക്ഷരങ്ങളുടെ പ്രത്യേകത. അത് മനസ്സിലാക്കുക. ഇനെന്താണ്? അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യണം. എപ്പോഴാണ് അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യേണ്ടത്? തഫ്ഹീമിൻ്റെ ഹർഫുകളെ നീട്ടാൻ വരുമ്പോഴാണ് അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യേണ്ടത്. ഇതുപോലെ അലിഫിനെയും വാവിനെയും തർക്കീക്ക് ചെയ്യേണ്ടത് എപ്പോൾ എന്ന് വെച്ചാൽ തർക്കീക്കിൻ്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തർക്കീക്ക് ചെയ്യണം. അപ്പോൾ അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതാൻ കഴിയണം. മനസ്സിലാക്കി വെക്കണം. തഫ്ഹീമിൻ്റെ അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യണം. തർക്കീക്കിനെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തർക്കീക്ക് ചെയ്യണം. അടുത്ത സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്താലുള്ള ഗുണം എന്തായിരുന്നു? സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്താലുള്ള ഗുണം, സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല എന്ന് ഹദീസിലുണ്ട്. സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല എന്ന് ഹദീസിലുണ്ട്. അത് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. മൻ ഖറഅ സൂറത്തുൽ വാക്കിയ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദ. വിട്ടഭാഗം എവിടെയെങ്കിലും വിട്ട് തരും. മൻ ഖറഅ സൂറത്തുൻ വാക്കിയ എന്നുള്ള വിട്ടു തരും. ലം തുസിബ്ഹു ഫാഖത്തുൻ അബദ. അപ്പോൾ നമ്മൾ വാക്കിയ എന്ന് എഴുതി കൊടുക്കാൻ വരണം. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഒമൻ യഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഹൽക്കി. ഇതിൽ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. കാരണം യഅമ്മിർഹു എന്നിടത്ത് ഹാ ഉൽ ലമീർ വന്നു. നുനക്കിസ്ഹു എന്നിടത്തും ഹാ ഉൽ ലമീർ വന്നു. അപ്പോൾ ഇവിടെ നീട്ടാതെ ഓതണം. കാരണം എന്തായിരുന്നു? ഹാ ഉൽ ലമീറിൻ്റെ മുമ്പോ ശേഷമോ സുക്കൂന് വന്നാൽ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. അപ്പോൾ ഇവിടെ നുഅമ്മിർഹു എന്നിടത്ത് മുമ്പ് സുക്കൂന് വന്നു. നുനക്കിസ്ഹു എന്നിടത്ത് മുമ്പ് സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹാ ഉൽ ലമീറിന് മുമ്പോ ശേഷമോ സുക്കൂന് വന്നാൽ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം എന്ന് എഴുതാം. ഇനി ഇവിടെ നിങ്ങൾക്ക് എഴുതാം. അവിടെ ഹാ ഉൽ ലമീറിന് മുമ്പ് സുക്കൂന് വന്നതാണ് ഇവിടെ നീട്ടാതെ ഓതാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി 5 വരിയ കുറയാതെ എഴുതാൻ വന്നത് ഹാ ഉൽ ലമീറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ 2 പാഠങ്ങളിലായിട്ട് ഹാ ഉൽ ലമീറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതുന്നതും രണ്ടാമത്തതിൽ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതുന്നതുമാണ്. അപ്പം അത് നന്നായി മനസ്സിലാക്കുക. ഹാ ഉൽ ലമീറിന് മുമ്പോ ശേഷമോ ഹർക്കത്തുകളാണെങ്കിൽ ആ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതാൻ ഖുർആനിൽ സൂചിപ്പിക്കുന്ന യാ ഉ സഈറ വാവു സഈറ എന്നീ 2 ചിഹ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചിഹ്നങ്ങൾ ഇട്ടിട്ട് അവിടെ പൂർത്തിയാക്കുക. ഇങ്ങനെ ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷം ഹർക്കത്തുകൾ ഉണ്ടെങ്കിൽ ഹാ ഉൽ ലമീറിനെ ഒരലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. ഉദാഹരണം ഏതാ? ഇന്നഹു കാന ഫാസർന ബിഹീനക. അതൊക്കെ ഉദാഹരണം എഴുതാം. പിന്നെ ഹാ ഉൽ ലമീറിൻ്റെ മുമ്പോ ശേഷമോ സുക്കൂനുകൾ വന്നാൽ ആ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. ഹാ ഉൽ ലമീറിൻ്റെ മുമ്പോ ശേഷമോ സുക്കൂൻ വന്നാൽ ആ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. ഉദാഹരണം വൈലേഹി തുർജഊൻ, ലഹുൽ മുൽക്ക് എന്നൊക്കെ ഉദാഹരണം എഴുതാം. ഇത്രയാണ് ഹാ ഉൽ ലമീറിനെ കുറിച്ച് നമുക്ക് എഴുതാൻ കഴിയുക. ഇനി ഖിറാഅത്ത് സ്വഹീഹാവാനുള്ള റുക്കുനുകൾ എന്തൊക്കെയാണ്? 3 റുക്കുനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖിറാഅത്ത് സ്വഹീഹാവാനുള്ള. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് ഉണ്ടായിരിക്കുക. അത് എഴുതിയിട്ട് നമുക്ക് എഴുതാം. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആണ് അവതരിച്ചത്. അവിടുന്ന് ശിഷ്യന്മാരായ സഹാബികൾക്ക് ഓതിക്കൊടുത്തു. അവർ താബികളെ പഠിപ്പിച്ചു. അങ്ങനെ പ്രസിദ്ധരായ കാര്യങ്ങളിലൂടെ ഉസ്താദുമാരിലൂടെയും നമുക്ക് ലഭിച്ച പ്രകാരമാണ് നാം ഖുർആൻ സ്വീകരിക്കേണ്ടതാണ് സനദ്. പിന്നെ അറബി ഗ്രാമർ അനുസരിച്ചാവുക. ഖുർആന് അറബി ഗ്രാമർ അനുസരിച്ചാവണം. പിന്നെ മൂന്നാമത്തത് റസ്മുൽ ഉസ്മാനി അറിയണം. ഖുർആനിൻ്റെ പ്രത്യേക എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. അറിഞ്ഞില്ലെങ്കിൽ പാരായണത്തിൽ ധാരാളം പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഖിറാഅത്ത് സ്വഹീഹാവാനുള്ള റുക്കുനുകളാണ്. മനസ്സിലാക്കുക.
പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ഹിഫ്ലുൽ ഖുർആൻ എന്ന പാഠത്തിൽ നമ്മൾ ഓരോ സൂറത്തിൻ്റെയും ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സൂറത്തുകളുടെ മഹത്വങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാമെന്ന് നമ്മൾ ആ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനെ കുറിച്ച്, ഫാത്തിഹയെ കുറിച്ചിട്ട്, വാക്യ, മുൽക്ക്, പിന്നെ ആയത്തുകൾ, സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആയത്തുൽ കുർസി, ആമന റസൂല്, അങ്ങനെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമാക്കി എഴുതാൻ കഴിയണം. പിന്നെ അതുപോലെ തഫീമു അലിഫു വൽ വാവ്, അതിനെക്കുറിച്ച് എഴുതാൻ വന്ന ആ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി എഴുതണം. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട അലിഫ്, വാവ് എന്നിവക്ക് തഫീമും തർക്കീക്കും ഉണ്ട്. തഫീമിൻ്റെ ഹർഫുകളെ നീട്ടാൻ വരുന്ന അലിഫിനെയും വാവിനെയും തഫീം ചെയ്യണം. തർക്കീക്കിൻ്റെ ഹർഫുകളെ നീട്ടാൻ വരുന്ന അലിഫിനെയും വാവിനെയും തർക്കീക്ക് ചെയ്യണം. അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങൾ എഴുതിയിട്ട് അത് നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ ഷംസിയായ ഹർഫുകളും കമരിയായ ഹർഫുകളും അതിനെക്കുറിച്ച് എഴുതാൻ അതിൽ പെട്ട 5 അക്ഷരങ്ങളൊക്കെ ചേർത്ത് അതിന് ഉദാഹരണങ്ങളൊക്കെ ചേർത്ത് നമുക്കതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ കഴിയണം. ഇത്രയാണ് അഹ്കാമിൽ നമുക്ക് ഈ എക്സാമിന് മനസ്സിലാക്കി പഠിക്കേണ്ടത്. നമുക്ക് 6ാമത്തെ പാഠം ഷംസിയായ ഹർഫുകളുടെ പാഠഭാഗം വരെ നമുക്ക് കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കമരിയായ ഹർഫ് മുതലാണ് ഉള്ളത്. അപ്പോൾ ഷംസിയായ ഹർഫും കമരിയായ അക്ഷരവും മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് കമരിയായ ഹർഫ് പെട്ടെന്ന് എടുത്ത് എഴുതാൻ കഴിയുള്ളൂ. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും മുന്നത്തെ വീഡിയോസൊക്കെ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. ഇത് തന്നെയാണോ ചോദ്യപേപ്പർ വരിക എന്നൊക്കെ മെസ്സേജ് ചെയ്തവരുണ്ട്. ഇത് തന്നെ എങ്ങനെയാണ് വരിക? ഇത് മോഡലാണ്. ഇതിലുള്ളത് 90% വരും. ചോദ്യത്തിലെ വേർഡ്സുകൾക്ക് പകരം മറ്റെന്തെങ്കിലും വേർഡ്സൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ഉദാഹരണങ്ങൾ തരിക. ചോദ്യങ്ങളൊക്കെ ഇത് തന്നെ ആയിരിക്കും. ഹാദുൽ അമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. നമുക്ക് വരുന്ന ഉദാഹരണങ്ങൾ അതൊക്കെയാണ് മാറ്റേണ്ടത്. അപ്പോൾ ഷംസിയ അക്ഷരങ്ങളും കമരിയ അക്ഷരം ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്ന ഉദാഹരണത്തിലെ ഓപ്ഷൻ ആയിരിക്കില്ല ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ചോദ്യം ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഉദാഹരണങ്ങളൊക്കെയാണ് മാറുക. അപ്പോൾ മാച്ച് ചെയ്യാൻ വന്നതൊക്കെ ഉദാഹരണം, മറ്റുള്ളത് നോക്കി നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെടുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.